തന്നെ ഒരുപാട് കുട്ടികൾ ഈ ദുരന്തത്തിൻ്റെ ഇരയായിട്ട് ഇതിനെ അതിജീവിച്ചിട്ട് ക്യാമ്പുകളിലും വീടുകളിലും ഒക്കെ കഴിയുന്നുണ്ട്. നമുക്കറിയാം അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ശരിക്കും സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആസ് എ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ ഏത് ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഇപ്പോൾ ഈ കുട്ടികൾ കടന്നു പോകുന്നുണ്ടാവുക. ഈ ദുരന്തമുഖത്ത് ഉണ്ടാവുന്ന കുട്ടികളിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ ആവാറില്ല. സാധാരണ നമ്മൾ കാണാറ് കുറേയേറെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ കോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ചില കുട്ടികളിൽ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററിയോ അതേപോലെ തന്നെ ഇതിനു മുന്നേ തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതോ അല്ലെങ്കിൽ ആദ്യമേ എന്തെങ്കിലും ജന്മനാ ഉള്ള വൈകല്യം, അതായത് ഓട്ടിസം അല്ലെങ്കിൽ അതേപോലെ പഠന വൈകല്യം, അതേപോലെ തന്നെ എന്തെങ്കിലും ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സിറ്റുവേഷനായിട്ട് കോപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതൊന്ന്. രണ്ടാമത്, ചില കുട്ടികളിൽ ഈ ഒരു ദുരന്തം കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, അതിൻ്റെ പേര് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ. ആ ഒരു അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനായിട്ടുള്ള വേണ്ട ചികിത്സ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മാസം ഇതിൻ്റെ ഒരു ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് PTSD മുതലായ മാനസിക പ്രശ്നങ്ങളിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഡോക്ടർ, ഒരു സംശയം. നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാനസികാരോഗ്യം അവർക്ക് കൃത്യമായി അത് ഉണ്ടാകുന്നത് ഏത് പ്രായത്തിലാണ്? കാരണം നമുക്കറിയാം ഈ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരു പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഒരു കുട്ടി മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ടാകും? എത്ര വയസ്സ് മുതൽ അല്ലെങ്കിൽ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെയാണ് ഇത് കാര്യമായി ബാധിക്കുക? കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾ ഏത് പ്രായക്കാർക്കും ഉണ്ടാവാം. ഇപ്പം തീരെ ചെറിയ കുട്ടികളിൽ ഈ അവരുടെ പ്രൈമറി കെയർ ഗിവർ സാധാരണയായിട്ട് അമ്മമാരായിരിക്കും. അവരുടെ അറ്റാച്ച്മെൻറ്റ് ഫിഗർ, അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ. അപ്പം അമ്മമാരെ നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് അറ്റാച്ച്മെൻറ്റ് ഡിസോർഡർ മുതലായ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറ്. അപ്പം വേറെ കുടുംബത്തിലുള്ള ആൾക്കാരിൽ മരണമൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ഒരു 7 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് കുട്ടികൾക്ക് മരണത്തിൻ്റെ പെർമനൻസ്, അതായത് മരിച്ച ഒരാൾ തിരിച്ചു വരില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അതിന് മുന്നേ കുട്ടികൾ പൊതുവേ അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരാൾ താൽക്കാലികമായിട്ട് പോയി പക്ഷെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പൊതുവേ നമ്മൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ അവരുടേതായ കാഴ്ചപ്പാടിലൂടെ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ അറിവ് എത്രത്തോളാണ് ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടികൾ ഇത് തുറന്ന് പറയുമോ ഡോക്ടർ? കാരണം ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കാനായിട്ട്? നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ അവരോട് ഡയറക്റ്റ്ലി സംസാരിക്കുക മാത്രമല്ല, വേറെ കുറേ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചിത്രം വരയ്ക്കുക, അതേപോലെ അവരുടെ കൂടെ കളിക്കുക, അങ്ങനെ പല പല രീതികളിലൂടെയാണ് അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ പലപ്പോഴും അവർ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ, അതേപോലെ അവർ കളിക്കുമ്പോൾ, അപ്പം അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് റീഎനാക്ട്മെൻറ്റ് ഓഫ് ട്രോമ എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമയിൽ കൂടെ കടന്നു പോയ ഒരു കുട്ടി കളിക്കുന്ന സമയത്തോ, ഇപ്പോൾ പാവയൊക്കെ വെച്ച് കളിക്കാൻ ആണെങ്കിൽ ആ കുട്ടി പറയും, ഇപ്പം ഈ പാവയ്ക്ക് ഒരു വീടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ആ വീട് ഒലിച്ചു പോയി. അതേപോലെ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലൊക്കെ
ഈ എന്താണോ ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് ആ കുട്ടി വരയ്ക്കാനും പിന്നീട് നമ്മളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഒക്കെ സാഹചര്യം. അപ്പം നമ്മൾ ആക്ച്വലി കുട്ടികളോട് എപ്പോഴും സംസാരത്തിലൂടെയല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കുട്ടികളുടെ കാര്യത്തിൽ.